ഇപ്പം നമ്മൾ കാണുന്ന ഒരു ക്യാപ്ഷൻ ഇപ്രകാരമാണ് പറയുന്നത്: ഒരു സ്ത്രീ പകലോ രാത്രിയോ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, സുരക്ഷിതമായിട്ട് ആ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭൂമിയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദുബായ് ആണെന്ന് ദുബായിലെ ഭരണകർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ദുബായിലെ ഭരണകർത്താവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തം ഒരു പ്രത്യേക രീതിയിലാണ് ദുബായ് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കർക്കശമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ് ദുബായിലുള്ളത്. ദശലക്ഷം കോടി രൂപ വിറ്റുവരവുള്ള ഒരു സമ്പദ്ഘടന അവർക്കുണ്ട്. അവിടെ ക്രൈം റേഷ്യോ വളരെ കുറവാണ്. ദുബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഏകദേശം 3% കുറ്റകൃത്യങ്ങൾ മാത്രമേ ദുബായിൽ ഉണ്ടായിട്ടുള്ളൂ. അത് രാജഭരണമായതുകൊണ്ടല്ല, ദുബായിലെ നിയമം അങ്ങനെയാണ്. ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അയാൾക്ക് പുറത്തിറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ദുബായിലില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് പോരുക എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പഴുതടച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിരിക്കും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ദുബായ് കൊടുക്കുന്നത്. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സാമ്പത്തിക തിരിമറിയാണെങ്കിലും, സ്ത്രീ വിഷയമാണെങ്കിലും, തീവ്രവാദമാണെങ്കിലും, എന്താണെങ്കിലും ശരി, കർക്കശമായിട്ടുള്ള നിയമവ്യവസ്ഥയായിരിക്കും ദുബായിലുള്ളത്. ഇപ്പോൾ സ്ത്രീകളുടെ വിഷയം പറയുകയാണെങ്കിൽ, സ്ത്രീ സുരക്ഷ ലോകത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സ്ത്രീ സുരക്ഷ നമ്മുടെ നാട്ടിൽ ഉള്ളതിനെക്കാട്ടും 10,000 ദശലക്ഷം കോടി മടങ്ങ് ദുബായിലാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ പകലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല, രാത്രിയുമില്ല. പീഡനവും ബലാത്സംഗവും 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ബസ്സിനകത്ത് വെച്ച ബലാത്സംഗം, ബസ്സിൻ്റെ വെളിയിൽ വെച്ച ബലാത്സംഗം, വീടിനുള്ളിൽ, വീടിൻ്റെ വെളിയിൽ, സ്ഥാപനത്തിനുള്ളിൽ, സ്ഥാപനത്തിൻ്റെ വെളിയിൽ, ഇങ്ങനെ കാണുന്നിടത്തൊക്കെ ബലാത്സംഗവും പീഡനവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാമങ്ങളാണെങ്കിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല, ഒരു സുരക്ഷയുമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും സ്ത്രീകളെ അസമയത്ത് രാത്രി എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ, അത് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളാണെങ്കിലും കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണെങ്കിലും, അവരെ ഉപദ്രവിക്കാതെ, പീഡിപ്പിക്കാതെ, ബലാത്സംഗം ചെയ്യാതെ ആരും വെറുതെ വിടില്ല. അതാണ് കേരളവും ദുബായും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം.